വിശുദ്ധ ബൈബിൾ നാം പഠിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ പശ്ചാത്തലത്തിൽ ഏറ്റവും ആധികാരികമായി നാം തിരിച്ചറിയേണ്ടത് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, ദൈവം തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്ന വാഗ്ദത്തവും. രണ്ട്, അത് വെളിപ്പെടുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന സമയവും. ഈ രണ്ട് കാര്യങ്ങൾ ഏതൊരു ഭക്തൻ തിരിച്ചറിയുന്നോ ആ തിരിച്ചറിവിനകത്തൂടെ അസാധാരണമായ ചലനങ്ങൾ പ്രകൃതിക്ക് അതീതമായി തന്നെ ഒരുവന്റെ മേൽ വെളിപ്പെടുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ വേദപുസ്തകത്തിനകത്ത് ആർക്കും മാറ്റിവെക്കാൻ കഴിയാത്ത ദൈവപ്രവൃത്തിയുടെ ചലനങ്ങളുടെ പിന്നിൽ ആത്മാവിൽ അതിനെ ഒന്ന് വിശകലനം ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിന്റെ മഹാശക്തിയെയും ദൈവത്തിന്റെ മഹാവലിത്വത്തെയും വെളിപ്പെടുത്തുന്ന വിധത്തിൽ അവന്റെ അദൃശ്യ ശക്തി അടയാളത്തോട് വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന സമയത്തിന്റെ പ്രാധാന്യം ഉൽപ്പത്തി പുസ്തകം മുതൽ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അതിന്റെ അർത്ഥം വേദപുസ്തകത്തിനകത്ത് നാം കാണുന്ന എല്ലാ ദൈവിക പ്രവൃത്തികളുടെ പിന്നിലും ദൈവത്തിന്റെ മഹാശക്തിയുടെ ഒരു വലിപ്പമുണ്ട്. തന്നെയല്ല, ആ ദൈവപ്രവൃത്തി ചലിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെത്താൻ വെളിപ്പെടുത്തുന്ന ഒരു സമയത്തിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. പച്ചവാക്യം പറഞ്ഞാൽ, ദൈവം എന്ത് കാര്യങ്ങൾ ചെയ്താലും ദൈവത്തിന്റെ സമയത്തിൽ മാത്രമേ ചെയ്യുള്ളൂ. എത്ര പേർക്ക് ഒത്തിരി മനസ്സിലായി എനിക്കറിയില്ല. പല കാര്യങ്ങളിലും നമ്മൾ ഒത്തിരി തിടുക്കം കാണിക്കുന്നവരാണ്. പല കാര്യങ്ങളിൽ നമ്മൾ ഒത്തിരി ആവേശം നമ്മുടെ ജീവിതത്തിനകത്ത് കാണിക്കുന്നവരാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ പറയാറുണ്ട്, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ കാത്തിരിപ്പിന് അവസരങ്ങൾ കൊടുക്കാതെ അതിനകത്തളങ്ങളിൽ എടുത്തു ചാടി എന്തെങ്കിലും ചെയ്യുവാൻ ശ്രമം നടത്തുകയാണെങ്കിൽ അതിന്റെ പരിണിത ഫലം ഏറ്റവും അപകടകരമായി തീരാറുണ്ട്. ഒത്തിരി ഉദാഹരണം വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ദൈവം പ്രവർത്തിക്കുന്ന ദൈവത്തിന് ഒരു സമയമുണ്ട്. ആ സമയത്തിനകത്ത് ദൈവത്തിന്റെ മഹാവലിത്വത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി ഞാൻ ഇതെന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ വളരെ ശക്തിയോടെ പറയുന്നു. ചിലരെ ദൈവത്തിന്റെ സമയത്തിലേക്ക് വേർതിരിക്കാൻ പോവുകയാണ്. ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ അനുഭവിക്കുന്ന വിധത്തിൽ നിങ്ങൾ നാളുകളായി കേട്ടുകൊണ്ടിരിക്കുന്ന വാഗ്ദത്തങ്ങളുടെ ചലനങ്ങൾ ഇനിമേൽ നടക്കത്തില്ലെന്ന് വാദിച്ചുകൊണ്ട് നിങ്ങളുടെ ആത്മീയ ഫലങ്ങളെയും നിങ്ങളുടെ ശുശ്രൂഷയുടെ ഫലങ്ങളെയും നിങ്ങളുടെ ഭൗതിക നന്മകളെയും വഴിമുടക്കുന്ന വിധത്തിൽ നിങ്ങൾക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന സകല അന്ധകാര ശക്തികളെയും സകല മാനുഷിക വെല്ലുവിളികളെയും സകല പാരമ്പര്യ ശക്തികളെയും സകല മാന്ത്രിക ശക്തികളെയും ദൈവം തന്നെ മഹാശക്തിയാൽ തകർത്ത് കളയുന്ന ദൈവത്തിന്റെ സമയത്തിലേക്ക് ഇന്ന് രാത്രി ദൈവചനനെ ആത്മാവിൽ വലിച്ചു കൊണ്ടുപോകുന്ന, ആത്മാവിൽ പ്രവേശിപ്പിക്കുന്ന ഒരു ദിവസം കൂടെയാണെന്ന് ആത്മാവിനോട് ഇടപെടുകയാണ്. അപ്പോൾ വിശുദ്ധ ബൈബിളിനകത്ത് ആർക്കും മാറ്റിവെക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം തന്നെ ഏറ്റവും ആഴമായി വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ആത്മീയ രഹസ്യമാണ് ദൈവത്തിന്റെ സമയം എന്ന് പറഞ്ഞാൽ. പത്രോസ് അപ്പോസ്തലൻ തന്റെ മേൽ വെളിപ്പെട്ട ദൈവകൃപയുടെ ആഴങ്ങൾ നിമിത്തം, തന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ട കാതലായ നവീകരണങ്ങൾ നിമിത്തം ആ വാക്ക് പറഞ്ഞതിൽ അതിശോക്തിയില്ല. കാരണം പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു. കേവലം അല്പം ജ്ഞാനം മാത്രമുള്ളവൻ, വാക് സാമർഥ്യമില്ലാത്തവൻ, വാക് ചാതുര്യമില്ലാത്തവൻ. വിശുദ്ധ ബൈബിൾ പഠിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് പറയുന്നുണ്ട്, അവൻ എടുത്തുചാട്ടക്കാരനാണ്, അവൻ കോപിഷ്ഠനാണ്. എന്തു പറഞ്ഞാലും ഒറ്റ വാക്കിന് വെട്ടിമുറിക്കുന്ന പോലെയുള്ള സ്വഭാവത്തിന്റെ പ്രകൃതൻ. ഒന്നുകൂടെ പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് മൈൻഡ് പോലെ. അതിനുത്തമ ഉദാഹരണമാണ് നസ്രയനെ പിടിച്ചു കെട്ടുവാൻ വന്ന സമയത്ത് അവന്റെ അരയിൽ കിടന്ന വാളുകൊണ്ട് മഹാപുരോഹിതന്റെ ദാസന്റെ കഴുത്തിനെ വെട്ടിയ വെട്ട് അത് കാവിൽ കൊണ്ടതുപോലെ അത്രത്തോളം തീവ്രവാദ സ്വഭാവമുള്ളവനായിരുന്നു പത്രോസ് അപ്പോസ്തലൻ. ഒത്തിരി സംശയാലുമായിരുന്നു. ഞാങ്ങണയ്ക്ക് തുല്യനായി അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത രീതി ഒരു വലിയ സംശയത്തിന്റെ അനുഭവത്തിൽ കൂടെ യാത്ര ചെയ്തവൻ. പല കാര്യങ്ങളുടെ പുറകിൽ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെ കിട്ടും, എന്ത് കിട്ടുമെന്നുള്ള സംശയത്തോടു കൂടെ തന്നെ യാത്ര ചെയ്ത മനുഷ്യൻ. ഒറ്റ വാക്യം പറഞ്ഞാൽ
ഒരു സാധാരണ പ്രകൃതമുള്ള മനുഷ്യനായിരുന്നു. മറ്റൊന്നിനോടും തുലനം ചെയ്യുവാൻ കഴിയാത്ത ഒരു മാനുഷിക പ്രകൃതത്തിനകത്ത് നിന്ന പത്രോസ് എന്ന് പറയുന്ന ഈ സാധാരണ മനുഷ്യനെ ദൈവത്തിന്റെ മഹാകൃപയാൽ, ദൈവത്തിന്റെ മഹാവാഗ്ദത്തത്തിന്റെ വലിപ്പത്തിനാൽ പത്രോസിനെ ദൈവം തിരഞ്ഞെടുക്കുന്ന ശ്രേഷ്ഠമായ അനുഭവങ്ങൾ വിശുദ്ധ ബൈബിളിനകത്തുണ്ട്. ആമേൻ. നിങ്ങൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിനകത്ത് പത്രോസിനെ കുറിച്ച് വളരെ ക്ലാരിറ്റിയോടെ അവിടെ പറയുന്നൊരു വാക്കുണ്ട്. ആർക്കെങ്കിലും വായിക്കുവാൻ കഴിയുമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ അതിന്റെ 40-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, 1:40 യോഹന്നാൻ പറഞ്ഞത് കേട്ട് അവനെ അനുഗമിച്ച 2 പേരിൽ ഒരുത്തൻ ശിമോൻ പത്രോസിന്റെ സഹോദരനായ അന്ത്രയോസ് ആയിരുന്നു. അവൻ തന്റെ സഹോദരനായ ശിമോനെ ആദ്യം കണ്ടു. അവനോട് ഞങ്ങൾ മശിഹയെ എന്ന് വെച്ചാൽ ക്രിസ്തുവെ കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ നോക്കി, നീ യോഹന്നാന്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന പേരാകും എന്ന് പറഞ്ഞു. അത് പത്രോസ് എന്നാകുന്നു. നിങ്ങൾ നോക്കുക, 40-ാമത്തെ വാക്യത്തിൽ പത്രോസ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യനെയാണ് കാണുന്നത്. ശിമോൻ പത്രോസ്. യേശുവിന്റെ പരിശുദ്ധിയുടെ കാലഘട്ടത്തിൽ യേശു ഒരിക്കൽ പോലും പത്രോസ് എന്ന് പറയുന്ന ദൈവിക പദ്ധതിയുടെ നാമത്തെ പേര് വിളിക്കുന്നതിന് മുമ്പ് പത്രോസിനെ പത്രോസെ എന്നൊരു വാക്ക് യേശു വിളിച്ചിട്ടില്ല. പകരം ശിമോനെ എന്ന് മാത്രം ചേർത്താണ് വിളിച്ചിട്ടുള്ളത്. അതൊരു സാധാരണ മനുഷ്യത്വത്തിന്റെ അനുഭവമാണ് കാണിക്കുന്നത്. 40-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, തന്റെ സഹോദരനാകുന്ന അന്ത്രയോസുമായി താൻ യാത്ര ചെയ്യുമ്പോൾ അന്ത്രയോസ് ഒരു വലിയ രഹസ്യം പറയുകയാണ്. എന്താണ് ആ രഹസ്യം? ഞങ്ങൾ ഒരുവനെ കണ്ടു, ഞങ്ങൾ ഒരുവനെ കണ്ടെത്തിയിരിക്കുന്നു. അതൊരു സാധാരണ മനുഷ്യനെയല്ല. ഞങ്ങൾ കണ്ടത് കാലഘട്ടത്തിനകത്ത് കാത്തിരുന്ന പ്രവാചകന്മാർ, കാത്തിരുന്ന പുരോഹിതന്മാർ, കാത്തിരുന്ന ആമേൻ ദൈവത്തിന് വേണ്ടി വിളികേട്ട് ഇറങ്ങിയവരെല്ലാം കാത്തിരുന്ന കർത്താവിന്റെ മശിഹയെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. ഒരാമേ പറയാൻ പറ്റിയെങ്കിൽ ആമേൻ പറയും. ഇന്ന് രാത്രി കർത്താവിനോട് പറയുന്നു, ആമേൻ ദൈവം നിന്നെ വിളിച്ചിറക്കിയതാണെങ്കിൽ നീ ഒരു സാധാരണ അനുഭവത്തിൽ നീ ഒതുങ്ങിത്തീരുകയില്ല. പകരം ഉലകത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത വലിയ കാര്യങ്ങൾ ദൈവത്തിനെ കാണിക്കാൻ പോവുകയാണ്. ഈ 8-ാം മാസവുമായി ബന്ധപ്പെട്ട പരിശുദ്ധാത്മാവിനോട് ചിലരോട് പറയാൻ പറയുന്നു, ഇന്ന് രാത്രി ദൈവിക വാഗ്ദത്തങ്ങളുടെ ആഴങ്ങൾ ചലിക്കുന്ന വിധത്തിൽ, ദൈവപ്രവൃത്തിയുടെ ആഴങ്ങൾ സംഭവിക്കുന്ന വിധത്തിൽ ദൈവാത്മാവ് ഉലകത്തിൽ മറ്റൊരാൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചരിത്രം നിന്നിൽ ആരംഭിക്കപ്പെടുവാൻ ദൈവാത്മാവ് ചിലത് നിന്റെ മേൽ തുറക്കാൻ പോവുകയാണെന്ന് സർവശക്തനാകുന്ന ദൈവം ചിലരുടെ ദൂത് പറയുകയാണ്. പ്രധാന ദാസിയോട് ആത്മാവിനോട് അങ്ങനെ പറയുന്നു, ആമേൻ. അന്ത്രയോസ് പറഞ്ഞതുപോലെ ഞങ്ങൾ കണ്ടു, ഞങ്ങൾ മിശിഹയെ കണ്ടു, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടു. നിന്റെ അകത്ത് വെളിപ്പെട്ട ദൈവിക വെളിപ്പാട് കാലഘട്ടത്തിനകത്ത് തുറന്നു കാണിക്കുവാൻ, പ്രതികൂലങ്ങളുടെ നടുവിൽ, പ്രതിസന്ധിയുടെ നടുവിൽ ദൈവാത്മാവോട് പറയുന്നു, ഇപ്പോഴും അപമാനത്തിന്റെയും ആമേൻ നിന്ദയുടെയും മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത വിധത്തിലുള്ള അപഹാസ്യകരമാകുന്ന അനുഭവങ്ങളിൽ ശുശ്രൂഷയുടെ തലങ്ങൾ പോലും നിർത്തിയാൽ കൊള്ളാമെന്നുള്ള വിധത്തിൽ മടി പിടിപ്പിച്ച് ജീവിതത്തിനകത്തുള്ള വഴികളെ അടച്ച് ഒരു ഭാഗത്ത് ഒതുക്കി തീർക്കുവാൻ ശത്രുവായവൻ ശ്രമം നടത്തുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, അതിന് മുകളിൽ അതിനേക്കാൾ ശ്രേഷ്ഠമായതിനെ ഞാൻ കണ്ടുവെന്ന് തെളിയിച്ചു കൊടുക്കുന്ന വിധത്തിൽ ഈ 8-ാം മാസം മുതൽ ചില ചലനങ്ങൾ ദൈവാത്മാവ് നിന്ദനം ചെയ്യാൻ പോവുകയാണ്. പരിശുദ്ധാത്മാവോട് അങ്ങനെ പറയുന്നു സഹോദരി. ദൈവാത്മാവ് ഇടപെടുകയാണ്. 2021 വർഷം മുതൽ അവൻ പ്രത്യേക നിലവാരത്തിൽ ദൈവമേൽപ്പിച്ച ആത്മീയ ദൗത്യങ്ങളെ അവൻ അത് കൂട്ടിച്ചേർത്ത് വയ്ക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിരന്തരമായി ഓരോ വിധത്തിൽ മാനസികമായ പ്രതിസന്ധികൾ വരുത്തി അവൻ കൂടെ നിൽക്കുന്നവർ പോലും, കൂടെ കാണുമെന്ന് വിചാരിക്കുന്നവർ പോലും അവൻ മാറി നിന്നുകൊണ്ട് കുറ്റപ്പെടുത്തുന്ന അനുഭവങ്ങൾക്കകത്ത് എവിടെയോ തകർന്നു പോകേണ്ട നിന്റെ ചരിത്രത്തെ ദൈവാത്മ പറയുന്നു, 8-ാം മാസത്തിൽ ആരും കണ്ടിട്ടില്ലാത്ത, ആരും അനുഭവിച്ചിട്ടില്ലാത്ത
ആരുടെ മേലും പകർന്നിട്ടില്ലാത്ത ദൈവികമായ തേജസ്സേറിയ ശുശ്രൂഷയുടെ ആഴങ്ങൾ അനുഭവിക്കുന്ന വിധത്തിൽ ഇന്ന് രാത്രി അവിശുദ്ധയുടെ മേൽ ഒരു വലിയ തുടക്കത്തിന് സമയം കേട്ടോ. വലിയ തുടക്കത്തിന്റെ സമയമാണ്. പത്രോസ് എന്ന് പറയുന്ന സാധാരണ മനുഷ്യരെ ദൈവത്തിന്റെ അസാധാരണമായ പദ്ധതിയുടെ വലിപ്പത്തിലേക്ക് ദൈവം അവനെ പ്രവേശിപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ തന്റെ സഹോദരനിൽ കൂടെ ഒരു വെളിപ്പാട് കൈമാറുക. ആ വെളിപ്പാട് സാധാരണമല്ല. ദൈവാത്മാവ് ഇടപെടുന്ന സഹോദരി, ഇതിനകത്ത് പലരെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇടപെടൽ ആമേൻ സാധാരണമായ ഒരു അനുഭവത്തിലായിരിക്കാം നിങ്ങൾ ഒരു പക്ഷേ നിൽക്കുന്നത്. പക്ഷെ ഇന്ന് രാത്രി നിങ്ങളെ ചലിപ്പിക്കുന്ന അസാധാരണമായ ഒരു തുടക്കം നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. എത്ര പേര് ദൂതിനെ ആമേൻ പറയുന്നത് എനിക്കറിയത്തില്ല. ദൈവാത്മാവ് ഇടപെടുന്നു. നിങ്ങളുടെ സാഹചര്യത്തിന്റെ വലിപ്പമോ നിങ്ങൾ നിൽക്കുന്ന പ്രതിസന്ധിയുടെ ആഴങ്ങളോ അല്ല ദൈവത്തിന്റെ വിഷയം. നിന്റെ മേൽ വെളിപ്പെട്ട വാക്തത്വമാണ്. നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കുന്ന വാക്തത്വം വലുതായതുകൊണ്ട് നിന്റെ പാരമ്പര്യം നിനക്ക് വിരോധമായി നിന്നാലും, നിന്നെ ജനിപ്പിച്ചവർ നിനക്ക് വിരോധമായി നിന്നാലും, നിന്റെ രക്തബന്ധങ്ങൾ നിനക്ക് വിരോധമായി നിന്നാലും, നിന്റെ കൂട്ടു സഹോദരങ്ങൾ നിനക്ക് വിരോധമായി നിന്നാലും, ഇന്ന് രാത്രിയിൽ ഒരു സൂപ്പർ നാച്ചുറൽ ഗ്ലോറിഫിക്കേഷൻ ദൈവ തേജസ്സിന്റെ ആഴങ്ങൾക്കകത്തൂടെ നിന്റെ മേൽ വെളിപ്പെടുത്തി കാലഘട്ടത്തിനകത്ത് ദൈവത്തിന്റെ മുന്നിൽ ചില വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. അങ്ങനെ ഇടപെടുകയാണ്. അങ്ങനെ തന്നെ ഇടപെടുന്നു. ആമേൻ. കാലങ്ങളായി കേട്ടിരിക്കുന്ന ദൈവിക വാക്തത്വങ്ങളുടെ ആഴമേറിയ ചലനങ്ങൾ സംഭവിക്കുന്ന വിധത്തിൽ ഈ 8-ാം മാസം തന്നെ ദൈവാത്മാവ് ചിലരുടെ മേൽ പുതിയ തുടക്കങ്ങൾ ഇടാൻ പോവുകയാണ്. ഹല്ലേലൂയ. ഒന്നുകൂടെ പറഞ്ഞാൽ, സാധാരണമായി നിൽക്കുന്ന അനുഭവത്തിൽ നിന്നും ദൈവപ്രവൃത്തിയുടെ അസാധാരണമായ അനുഭവത്തിലേക്ക് ഒരു നാച്ചുറൽ പ്രോസസ്സിനകത്ത് നിന്നും ഒരു സൂപ്പർ നാച്ചുറൽ ലെവലിലേക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയുകയില്ലെന്നും നിനക്കൊന്നും സാധ്യമാകത്തില്ലെന്നും നിന്റെ ജീവിതത്തിനകത്ത് ഒന്നും നടക്കത്തില്ലെന്നും അന്ധകാര ശക്തികൾ നിനക്ക് വിരോധമായി വാദിച്ചു നിന്ന അവൻ കാലഘട്ടത്തിന്റെ ചരിത്രങ്ങളെ പൊളിച്ചകറ്റിക്കൊണ്ട് ദൈവാത്മ പറയുന്നു, ഒരു അസാധാരണമായ ദൈവപ്രവൃത്തിക്കായി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. സാധാരണമായി നിന്ന സാധാരണക്കാരനായി നിൽക്കുന്ന പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ ഒരു വലിയ വെളിപ്പാട് കൈമാറുകയാണ്. ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയും, ദൈവത്തിന് തന്നെ ഏത് മേഖലയിലും വർദ്ധിപ്പിക്കാൻ കഴിയും. ദൈവത്തിന് നിങ്ങളെ ഏത് മേഖലയിലും എഴുന്നേൽപ്പിക്കാൻ കഴിയും. ദൈവം നിങ്ങളെ എഴുന്നേൽപ്പിക്കണമെങ്കിൽ, ദൈവം നിങ്ങളെ വർദ്ധിപ്പിക്കണമെങ്കിൽ, ദൈവ സാന്നിധ്യം തൊടുകയോ ദൈവികമായ ദർശനങ്ങൾ യാത്ര ചെയ്യുകയോ ചെയ്താൽ ഇന്ന് രാത്രി മറ്റാരുടെ മേലും വെളിപ്പാടാത്തത് നിന്റെ മേൽ വെളിപ്പെട്ടിരിക്കും. അത്ര വലിയ ദൂതൻ ആമേൻ പറഞ്ഞിരിക്കുന്നു. കർത്താവിനോട് പറയുകയാണ്, പത്രോസ് എന്ന് പറയുന്ന മനുഷ്യന്റെ മേൽ ഒരു വലിയ വെളിപ്പെടുത്തൽ നടക്കുന്നു. ഈ ദൂതൻ ആമേൻ പറയുന്നത് കർത്താവിനോട് പറയുന്നു. കർത്താവിന്റെ ആ കുടുംബത്തിനകത്ത്, ആ സമൂഹത്തിനകത്ത് ഒത്തിരി ശ്രേഷ്ഠന്മാർ ഉള്ളപ്പോൾ തന്നെ, ഒത്തിരി മാന്യതയുള്ളവർ ഉള്ളപ്പോൾ തന്നെ, ഒത്തിരി ആമേൻ പണമുള്ളവർ ഉള്ളപ്പോൾ തന്നെ ദൈവം നിന്നെ കണ്ടത്, ദൈവം നിന്നെ തെരഞ്ഞെടുത്തത് ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയല്ല, ഒരു അസാധാരണ കാര്യത്തിന് വേണ്ടി. അങ്ങനെ ചിലരോട് ഇടപെടുകയാണ്. ഇന്ന് രാത്രി അത് സംഭവിക്കപ്പെടുന്ന വിധത്തിൽ ദൈവാത്മാവിനോട് ഇടപെടുകയാണ്. കാലഘട്ടത്തിന്റെ അകത്തണകളിൽ നിന്റെ മേൽ അതിനു മുമ്പാകെ ഒരു ആത്മീയ സ്പർശനം ഉണ്ടാകാൻ പോവുകയാണ്. ആമേൻ. ദൈവത്തിന്റെ മഹാശക്തിയെ വെളിപ്പെടുത്തുന്ന, ദൈവപ്രവൃത്തിയുടെ ചലനങ്ങളെ വെളിപ്പെടുത്തുന്ന ദൈവത്തിന്റെ സമയത്തിലേക്ക് പത്രോസിനെ പ്രവേശിപ്പിക്കുന്നതിന് മുമ്പേ തന്റെ വിളിയുടെ ആഴങ്ങളിൽ തന്റെ മേലുള്ള വാക്തത്വങ്ങൾ ചലിപ്പിക്കുന്നതിന് മുമ്പേ ദൈവത്തിനൊരു നിർബന്ധമുണ്ട്. ഇവരൊരു സാധാരണ മനുഷ്യനായി നിൽക്കുമ്പോൾ തന്നെ ഇവരൊരു അസാധാരണക്കാരനായി മാറണമെങ്കിൽ അവൻ ഇന്നുവരെ അനുഭവിക്കാത്ത
ഒരു ആത്മീയ സ്പർശനം ഇവന്റെ അകത്ത് വെളിപ്പെടണം. Hallelujah. ചിലരെ നോക്കി ദൈവാത്മാവ് അങ്ങനെ ഒരു നിർബന്ധം എന്നോട് പറയും. നിന്റെ ജീവിതത്തിൽ നീ കേട്ടത് മുഴുവൻ സക്സസ് ആകണമെങ്കിൽ, നീ കേട്ടതെല്ലാം നിന്റെ ജീവിതത്തിൽ വേഗത്തിൽ നടപ്പിലാകണമെങ്കിൽ, മാനുഷിക ചിന്തകൾക്കപ്പുറത്ത്, നിന്റെ ബുദ്ധി വൈഭവങ്ങൾക്കപ്പുറത്ത്, നിന്റെ ഹൃദയത്തിന്റെ ഇച്ഛകൾക്കപ്പുറത്ത് ഒരു ഡിവൈൻ ടച്ച്, ദൈവിക വെളിപ്പാടുകൾ, ദൈവ സാന്നിധ്യത്തിന്റെ, ദൈവ ദർശനത്തിന്റെ, ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഒരു ഡിവൈൻ സ്പർശനം ഇന്ന് രാത്രി നിന്റെ മേൽ സംഭവിക്കപ്പെട്ടാൽ ദൈവാത്മാവ് ഇടപെടുകയാണ്. നിന്റെ ചരിത്രം അവിടെ വെച്ച് തിരിയാൻ പോവുകയാണ്. അല്പസമയം അന്യഭാഷയിൽ സംസാരിക്കാൻ ഇടപെടുന്നു. ഒരു പ്രോസസ്സിനകത്തേക്ക് കഴിച്ചുന്നത് പോലെ ദൈവത്തിന്റെ മഹാപദ്ധതിയുടെ ആഴങ്ങൾ കാലഘട്ടത്തിന്റെ മുന്നിൽ നിന്റെ മേൽ വെളിപ്പെടുത്തുവാൻ ഇന്ന് രാത്രി ഒരു ഹെവൻലി ടച്ച്, ഒരു ഹെവൻലി ടച്ച് അന്ത്രയോസിൽ ഒരു വെളിപ്പാട് പത്രോസിലേക്ക് കൈമാറിയതുപോലെ ഇന്ന് രാത്രി ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നു. ആമേൻ. നിന്റെ ശൂന്യതയുടെ ചരിത്രങ്ങൾ മാറുവാൻ, നിന്റെ പരാജയത്തിന്റെ വേരുകൾ, നിന്ദയുടെ വേരുകൾ തകർക്കുവാൻ, രാത്രീയ തകർച്ച, നിലച്ചുപോയ പ്രാർത്ഥനയുടെ ഘടികാരങ്ങൾ, അവൻ നിലച്ചുപോയ ദൈവവചനത്തിന്റെ ധ്യാനത്തിന്റെ ഘടികാരങ്ങൾ, നിലച്ചുപോയ ആത്മീയ ദർശനത്തിന്റെ ഘടികാരങ്ങൾ ഇന്ന് രാത്രി ആത്മാവ് ചിലടമേ തുറക്കുന്ന വിധത്തിൽ ഒരു ഡിവൈൻ കൈമാറ്റം ഇന്ന് രാത്രി ചിലരുടെ മേൽ ആത്മാവിനെ ഞാനിരിക്കുന്ന റൂമിനകത്ത് പോലും ഭയങ്കര നിന്നിലൂടെ സാധാരണ കാര്യങ്ങളെ നീ കണ്ടുപെടുത്ത സാധാരണ കാര്യങ്ങൾ, നീ കേട്ടുപെടുത്ത സാധാരണ കാര്യങ്ങൾ ദൈവാത്മാവോട് പറയുന്നു. അവിടെ നിൽക്കാൻ എന്റെ പത്രോസേ ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, അവന്റെ വാക്തത്വത്തിന്റെ ചലനങ്ങൾ സംഭവിക്കുന്ന വിധത്തിലുള്ള ദൈവപ്രവർത്തിയുടെ സമയത്തിലേക്ക് നീ പ്രവേശിക്കപ്പെടുവാൻ ദൈവത്തിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ദൈവാത്മാവിനകത്ത് ശ്രദ്ധിക്കുന്ന ആരോടോ പറയുന്നു, ഒരു സാധാരണ അനുഭവത്തിലോ, ഒരു സാധാരണക്കാരിയായിട്ടോ, ഒരു സാധാരണക്കാരനായിട്ടോ, ഒരു സാധാരണ ഒരു ശുശ്രൂഷകനായിട്ടോ അല്ല ദൈവത്തിനെ വിളിച്ചിരിക്കുന്നത്. ഇന്ന് രാത്രിയിൽ ഉലകത്തിനകത്ത് ദൈവാത്മാവ് മറ്റാരുടെ വെളിപ്പെടുത്താത്ത വിധത്തിൽ ഒരു ഉണങ്ങിയ അസ്ഥിയെ, ഒരു ഉണങ്ങിയ അസ്ഥിയുടെ മേൽ ദൈവത്തിന്റെ ശ്വാസം വെളിപ്പെട്ടപ്പോൾ അത് സൈന്യമായി മാറുന്ന വിധത്തിൽ തൊക്കിനെ വെച്ച് പിടിപ്പിച്ച്, മാംസം വെച്ച് പിടിപ്പിച്ച്, അസ്ഥിയോട് യോജിപ്പിച്ച് പോലെ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത തലത്തിൽ, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്ത മേഖലയിൽ ദൈവം ഇന്ന് രാത്രിയെ എഴുന്നേൽപ്പിക്കുന്നത്. ഭയങ്കര കൊണ്ടാണ് ഈ മീറ്റിംഗിലാണ് ഞാൻ അനുഭവിക്കുന്നത്. യേശുവിന്റെ നാമത്തിൽ ആത്മാവരോട് ഇങ്ങനെ പറയുന്നു, സിസ്റ്ററെ, ഇതിനകത്ത് ആത്മമണ്ഡലത്തിന്റെ അസാധാരണമായ ചലനത്തിന് വേണ്ടി ദൈവരാജ്യത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് വേണ്ടി വിളിക്കപ്പെട്ട ചിലതിരിപ്പുണ്ട്. പക്ഷേ എവിടെയോ ഒരു ചട്ടക്കൂടിനകത്ത് ഒതുങ്ങിയിരിക്കുന്ന പോലെ, എവിടെയോ ഭയങ്കരമായിട്ട് ഞെരുക്കമനുഭവിച്ച് പ്രാർത്ഥനയുടെയും ആരാധനയുടെയും ദൈവ സാന്നിധ്യത്തിന്റെയും അനുഭവങ്ങൾക്കകത്ത് എത്തി നിൽക്കുവാൻ കഴിയാതവണ്ണം പരിമിതിപ്പെടുത്തുന്ന പൈശാചിക തലങ്ങൾ ഇന്ന് രാത്രി ചിലതിനെ ദൈവം പൊട്ടിക്കാൻ പോകും. അങ്ങനെ പറയുന്നു. ഒരു ചെറിയ കൂട്ടമായിരിക്കാം സിസ്റ്ററെ, പക്ഷെ ഇതൊരു ഭയങ്കര ചലനമാക്കി ദൈവം മാറ്റുന്നു. എന്നോട് ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, സാധാരണമായി കണ്ട അനുഭവങ്ങൾക്ക് മാറ്റമിടുന്ന വിധത്തിൽ അന്ത്രയോസിൽ നിന്ന് ഒരു കൈമാറ്റം, ഒരു വെളിപ്പാടിന്റെ കൈമാറ്റം ഇത് പത്രോസിനെ കൈമാറുക. ദൈവാത്മാവ് അങ്ങനെ പറയുന്നു, അവിടെ ദൈവം അന്ത്രയോസിനെ
പത്രോസിന്റെ ജീവിതത്തിൽ ഒരു ആത്മീയ പദ്ധതിക്ക് വേണ്ടി എഴുന്നേൽപ്പിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്റെ റൂമിനകത്ത്, നീ പാർക്കുന്ന വീട്ടിനകത്ത്, ഇപ്പോൾ നീ ഇരിക്കുന്ന സാഹചര്യത്തിനകത്ത് നീ അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ചുരുളുകൾ തകർത്തു മാറ്റിക്കൊണ്ട് ഈ രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കുവാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ ഇറങ്ങുകയാണ്. ഓ, ഇന്ന് രാത്രി അതിനെ സ്വീകരിക്കുന്നവരുണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോൾ ഞാനിത് പറയുമ്പോൾ കർത്താവിനോട് പറയുന്നു, കുടുംബ പശ്ചാത്തലത്തിനകത്ത് നാളുകളെ അനുഭവിക്കുന്ന ചില ഡീമോണിക് ഫൈറ്റിങ്ങൾ ഇന്ന് രാത്രി ചില മേഖലകളിൽ ദൈവം പൊട്ടിക്കാൻ പോവാം. ഈ പ്രോപ്പർട്ടി സംബന്ധമായ വിഷയത്തോടനുബന്ധിച്ച് നാളുകളായി പ്രയാസം അനുഭവിക്കുന്ന ഏതൊക്കെയോ കുരുക്കുകൾ കുടുംബ പശ്ചാത്തലങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് ഇന്ന് രാത്രി അഴിക്കുന്നു എന്ന് ദൈവത്തിന്റെ ആത്മാവിനോട് ഇടപെടുകയാണ്. അത് പ്രാർത്ഥിച്ചോണ്ടിരിക്കുക ശക്തമായിട്ട്. വലിയ വിടുതലുണ്ടാകാൻ പോവുകയാണ് അടുത്ത 2 മാസത്തിനകത്ത്. എന്നോട് കർത്താവ് പറയുന്നു, ഈ ആമേൻ ലീഗലി ആമേൻ ഭയങ്കരമായിട്ട് തടഞ്ഞ് ആമേൻ ലീഗൽ പ്രോസസ്സിനകത്തൂടെ ഒരിക്കലും ഒരു സക്സസ് ആയി മാറില്ലെന്ന് പറഞ്ഞ് അതിലൊരു ലീഗൽ പ്രോസസ്സിനകത്ത് ബ്ലോക്ക് ചെയ്യുവാൻ പൈശാചിക ലോകം നോക്കുന്ന സകല കുരുക്ക് അഴിച്ചുകൊണ്ട് ദൈവം ആ മണ്ണിന്റെ കെട്ടഴിക്കാൻ പോവാം. ഒരു വലിയ ഒരു കൈമാറ്റം അവിടെ നടക്കും കേട്ടോ. ദൈവം നിങ്ങൾക്ക് വേണ്ടി പുതിയ കാര്യങ്ങൾ അവിടെ ചെയ്യാൻ പോവുകയാണ്. എനിക്കറിയത്തില്ല മറ്റാർക്കെങ്കിലും അങ്ങനെയുള്ള പ്രോബ്ലം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ദൈവം ഇടപെടുന്നു. പ്രോപ്പർട്ടികളുമായി ബന്ധപ്പെട്ടുള്ള കുരുക്കൂടെ ഞാനിത് പറയുമ്പോൾ തന്നെ ദൈവം അഴിക്കുന്നു. ഞാൻ ആത്മാവിൽ കാണുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുകയാണ്. ആമേൻ. പത്രോസ് എന്ന് പറയുന്ന ആ സാധാരണ മനുഷ്യനെ ദൈവത്തിന്റെ മനുഷ്യനാക്കി മാറ്റുവാൻ, ദൈവത്തിന്റെ സമയത്തിന്റെ പ്രാധാന്യത്തെ വെളിപ്പെടുത്തി കൊടുക്കുവാൻ. ആമേൻ. എനിക്ക് ഈ ദൂത് എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് അറിയത്തില്ല. കാരണം ഞാനിതിന്റെ ബേസ്മെന്റിൽ പോലും ആയിട്ടില്ല. ആമേൻ. പരിശുദ്ധാത്മ പറയുന്നു, പത്രോസിനെ അസാധാരണമായ അനുഭവത്തിലേക്ക് ഉപയോഗിക്കുവാൻ ദൈവാത്മാവ് ഇടപെടുകയാണ്. ആമേൻ. ഒരു വെളിപ്പാടിന്റെ കൈമാറ്റം പത്രോസിലേക്ക് കൈമാറിയതുപോലെ ഇന്ന് രാത്രി മനസ്സുള്ളവർക്ക് വേണ്ടി സ്വർഗത്തിന്റെ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ കൊതിയുള്ളവർക്ക് വേണ്ടി സ്വർഗീയ വാതിലുകൾ ദൈവം തുറക്കാൻ പോവുകയാണ്. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അനന്തരം സ്വർഗത്തിൽ ഒരു വലിയ വാതിൽ തുറന്നു വെച്ചിരിക്കുന്നത് ഞാൻ കണ്ടു. എന്നോട് സംസാരിച്ച ആദ്യത്തെ ശബ്ദം, ആമേൻ, അത് വീണ്ടും ഇടപെടുകയാണ്. ഇവിടേക്ക് കയറി വരിക, നേരാൽ സംഭവിക്കാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാം. നോക്കുക, കർത്താവിന്റെ പ്രാർത്ഥിച്ചു പ്രസംഗ ആ സന്ദേശം പറഞ്ഞപ്പോൾ പറഞ്ഞൊരു വാക്കാണ്, പത്മോസിന്റെ ഏകാന്തതയിൽ മരണത്തിന്റെ അനുഭവങ്ങൾ മുഖാമുഖമായി കണ്ടുകൊണ്ട് കിടക്കുന്ന യോഹന്നാൻ എന്ന് പറയുന്ന ദൈവ മനുഷ്യന്റെ ജീവിതത്തിനകത്ത് ഇതാ ഉലകത്തിൽ ആർക്കും ചിന്തിക്കാത്ത ഒരു ഹെവൻലി പോർട്ടൽ ദൈവം തുറക്കുക. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്നു, നിന്റെ ശത്രുക്കൾക്ക് പോലും ആമേൻ പിടിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു ഹെവൻലി പോർട്ടൽ ദൈവത്തിന്റെ മുമ്പിൽ തുറക്കാൻ പോവാം. ഈ നാട് കടത്തിയ നീറോ ചക്രവർത്തി പോലും ആമേൻ യോഹന്നാനെ തിളച്ച എണ്ണയിൽ മുക്കി ആമേൻ നാട് കടത്തി. ആമേൻ പത്മോസിന്റെ ഏകാന്തതയിലേക്ക് നാട് കടത്തി. മരണം കൊണ്ട് അവൻ അവസാനിക്കുമെന്ന് വിചാരിച്ചിരിക്കുന്ന ആമേൻ അന്തരീക്ഷത്തിനകത്ത് നിന്നെ തകർക്കാൻ നോക്കി നിൽക്കുന്നവർ കാണുകെ നിന്നിൽ ദൈവം ചില പോർട്ടലുകൾ തുറക്കാൻ പോവാം. ചില പട്ടണങ്ങൾക്കകത്തത് ദൈവം തുറക്കാൻ പോവുകയാണ്. ചില കുടുംബക്കാരുടെ മുമ്പിൽ അത് ദൈവം തുറക്കാൻ പോവുകയാണ്. ചില രാജ്യങ്ങളുടെ മുമ്പിൽ ദൈവം തുറക്കാൻ പോവുകയാണ്. നിന്നെ നിന്ദിച്ചവരുടെ മുമ്പിൽ തന്നെ ദൈവാത്മാവിന് ഇടപെടുകയാണ്. ആമേൻ. ആരുടെ മുമ്പിൽ തുറക്കാത്തൊരു സ്വർഗീയ വാതിൽ ഇതാ യോഹന്നാന്റെ മുമ്പിൽ
ദൈവം തുറന്നതുപോലെ Hallelujah. ഇന്ന് രാത്രി ഞാൻ ശബ്ദം കേൾക്കുന്നു. ദൈവത്തിന്റെ സമയത്തിനകത്ത് Amen. ദൈവിക ചലനങ്ങളുടെ ആഴങ്ങൾ വെളിപ്പെടുത്തുന്ന വിധത്തിൽ ഒരു ശബ്ദം ഞാൻ കേൾക്കുക. ഇവിടേക്ക് കയറി വരിക, Hallelujah. ഇവിടേക്ക് കയറി വരിക. Hallelujah. അതിനർത്ഥം നിന്റെ മേലെ സൂപ്പർ നാച്ചുറൽ അപ്ഡേഷൻ ഉണ്ടാകാൻ പോവുകയാണ്. Amen. Thank you, ഒരു Jesus. സൂപ്പർ നാച്ചുറൽ അപ്ഡേഷൻ I ഉണ്ടാകാൻ receive it, പോവുകയാണ്. Jesus. I നീ receive കിടക്കുന്ന അന്തരീക്ഷത്തിനകത്ത് നിന്നും ദൈവത്തിന്റെ മഹത്വം ഇറങ്ങി നിൽക്കുന്ന Hallelujah. ആഴമുള്ള ദൈവ പ്രവർത്തിക്കകത്തേക്ക് ദൈവാത്മാവ് ഇടപെടുകയാണ്. Amen. ഇവിടേക്ക് കയറി വരിക, ഇവിടേക്ക് കയറി വരിക. Hallelujah. ദൈവമഹത്വത്തിന്റെ ആഴങ്ങൾ നീ കാണത്തക്ക വിധത്തിൽ ചില സഹോദരങ്ങളോട് ദൈവാത്മ ഇടപെടുന്നോ. നീ ആ വീട്ടിൽ ഒറ്റപ്പെട്ടവളാകാം, നീ ആ വീട്ടിൽ ഒറ്റപ്പെട്ടവനാകാം, ആ ശുശ്രൂഷയിൽ നീ ഒറ്റപ്പെട്ടവളാകാം, ആ ശുശ്രൂഷയ്ക്ക് നീ ഒറ്റപ്പെട്ടവനാകാം. നിന്റെ പ്രാർത്ഥനയുടെ അന്തരീക്ഷങ്ങൾക്കകത്ത് എവിടൊക്കെയോ നീ തനിച്ചുപോയ നിന്റെ ജീവിത സാഹചര്യങ്ങൾക്കകത്ത് എവിടൊക്കെ അനാവശ്യമായ ചിന്താകുലങ്ങൾ, അനാവശ്യമായ ആശങ്കകൾ, അനാവശ്യമായി നിന്നെ ഭരിക്കുന്ന, നിന്നെ ഞെരുക്കുന്ന സംശയത്തിന്റെ താഴ്വാരങ്ങൾക്കകത്ത് നിന്നെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നിന്നെ തകർക്കുവാൻ അന്ധകാരത്തിന്റെ ശക്തികൾ നിനക്ക് വിരോധമായി സമ്മേളിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. യേശുവിന്റെ നാമത്തിൽ വാഗ്ദത്തമുള്ളതിനെ തൊടാൻ അനുവദിക്കാതെ ഈ രാത്രി ഒരു സ്വർഗത്തിന്റെ വാതിൽ, ഒരു സ്വർഗീയ വാതിൽ ഇന്ന് രാത്രി നിന്റെ മുന്നിൽ തുറന്ന് നിന്നെ എഴുന്നേൽപ്പിക്കുന്ന വിധത്തിൽ, നിന്നെ ഉപയോഗിക്കുന്ന വിധത്തിൽ, നിനക്ക് വേണ്ടി ചിലത് തുറക്കുന്ന വിധത്തിൽ. Hallelujah. Thank you, Jesus. Thank you. Chalalabashandaraba. Rimalabarashikalabarasya. ദൈവം ചെറുത് ചെയ്യുക, ദൈവം ചെറുത് ചെയ്യുക, ദൈവം ചെറുത് ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ എനിക്കറിയില്ല ഇതിനകത്തിരിക്കുന്ന ആരുടെയോ മേൽ നിന്നയുടെ കുരുക്കൾ നീ അഴിക്കാൻ പോവാം. ഭയങ്കരമായിട്ട് ഒറ്റപ്പെടുത്തുന്ന അനുഭവങ്ങളുണ്ട് കേട്ടോ സിസ്റ്ററെ. ഒറ്റപ്പെടുത്തുക കുറ്റപ്പെടുത്തലുകളും പഴിചാരലുകളും അങ്ങനെയുള്ള ഒരു വല്ലാത്ത താഴ്വാരത്തിനകത്ത് നിങ്ങൾ നിൽക്കുന്നത്. ആത്മാവിനോട് പറയുന്നു, അവിടുന്ന് എഴുന്നേൽപ്പിക്കുന്ന വിധത്തിൽ ഒരു മഹത്വത്തിന്റെ പോർട്ടൽ ദൈവം തുറന്നിടുകയാണ്. ഈ 8-ാം മാസം ഒരു സ്പിരിച്വൽ ഫ്രീഡം നിങ്ങളുടെ മേലുണ്ടാകും. ആത്മമണ്ഡലത്തിൽ അസാധാരണമായി മൂർച്ചയേറിയ ഒരു ആയുധമാണ് ഉപയോഗിക്കുവാൻ ഒരു പ്രവാചക അഭിഷേകത്തോടെ ദൈവം നിങ്ങളുടെ കാലഘട്ടത്തിനകത്ത് ഉപയോഗിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അനുഭവിക്കുന്ന ചില മരുഭൂമിക്ക് തുല്യമാകുന്ന അനുഭവങ്ങളുണ്ട്. കുടുംബ പശ്ചാത്തലത്തിനകത്ത് ചോദ്യചിഹ്നങ്ങൾ പോലെ നിൽക്കുന്ന ചില പശ്ചാത്തലങ്ങളുണ്ട്. ശുശ്രൂഷയുടെ തലങ്ങൾ പോവും ചെയ്യുന്ന നിമിത്തം എതിരായി നിൽക്കുന്ന പാരമ്പര്യത്തിന്റെ സ്നേഹികളുണ്ട്. ഇന്ന് രാത്രി ദൈവാത്മ പറയുന്ന ചില വ്യക്തികൾ പോലും നിങ്ങൾക്ക് വിരോധമായി ചില പ്രത്യേകമുള്ള വാക്കുകൾ കൊണ്ട് നിങ്ങളെ ഒതുക്കി തകർത്തു കളയുവാൻ ആത്മമണ്ഡലത്തിന് നിലനിൽക്കുവാൻ സമ്മതിക്കാതെ വണ്ണം എതിരായി വരുന്ന ചില ശബ്ദങ്ങളെ അടക്കം ദൈവാത്മാവ് തകർത്ത് കളഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി ദൈവം നിങ്ങൾക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോവുകയാണ്. എത്ര പേര് നൂതിനാമം പറഞ്ഞ് എനിക്കറിയത്തില്ല. എനിക്ക് മുഴുവനും സംസാരിക്കുവാൻ ഇതിന്റെ കാതലായ കാര്യങ്ങൾ എനിക്ക് പറയണമെന്നുണ്ട്. എന്റെ മുമ്പിൽ സമയമില്ലാത്തത് ഞാൻ മറ്റൊരു അന്തരീക്ഷത്തിലായതുകൊണ്ടും ഞാൻ 1-2 കാര്യങ്ങളും പറഞ്ഞിട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ മഹാവലിപ്പം വെളിപ്പെടുന്ന ദൈവിക സമയത്തിന്റെ പ്രാധാന്യത്തെ പത്രോസ് അപ്പോസ്തലന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുത്തുവാൻ ദൈവം ഒരു കൈമാറ്റം ആദ്യം ചെയ്യുന്നു. ആ കൈമാറ്റം ഒരു ആത്മീയ വെളിപ്പെടുത്തൽ കൂടെയാണ്. ഒരു കാര്യം ഞാൻ ആത്മാർത്ഥമായി പറയാം, ദൈവത്തിന് നിന്നെ കുറിച്ചൊരു പദ്ധതി ഉണ്ടെങ്കിൽ നീ നിൽക്കുന്ന സാഹചര്യങ്ങൾക്കകത്ത് ചില ആത്മീയ ദർശനങ്ങളുടെ ഇടപെടലുകൾ ദൈവം നിന്റെ മേൽ ഒരിക്കലിനെ വേർതിരിക്കും. ചിലപ്പോൾ നിങ്ങൾ ഒറ്റപ്പെട്ട് നിൽക്കുന്നവരാകാം, നിങ്ങൾക്ക് മറ്റുള്ള യാതൊരു ബന്ധങ്ങളും ജീവിതത്തിൽ ഉണ്ടാകുകയില്ല. പക്ഷെ കർത്താവ് പറയുന്നു, അതിന്റെ അകത്തളങ്ങളിൽ തന്നെ മറ്റാരോട് ദൈവം കാണിക്കാത്ത, മറ്റാരോട് ദൈവം ഇടപെടാത്ത, മറ്റാരുടെ മേലും ദൈവം ചെയ്യാത്ത ആത്മീയ രഹസ്യത്തിന്റെ ആഴങ്ങൾ
ദൈവം നിങ്ങളുടെ ജീവിതത്തിലാണ് തുറക്കുന്നത്. I receive it, Papa. Thank you, Jesus. എത്ര പേര് വിശ്വസിക്കുന്നു Thank you, എനിക്കറിയില്ല. Holy Spirit. Thank you, Jesus. Thank you, Holy Spirit. Thank you, Papa, Holy Spirit. സ്തോത്രം. പത്രോസിന്റെ മേൽ അങ്ങനെ ഒരു വെളിപ്പെടുത്തൽ, ആത്മീയ വെളിപ്പെടുത്തൽ ദൈവം ചെയ്തപ്പോൾ കർത്താവിന്റെ ആത്മാവോട് പറയാണ്, അത് നിമിത്തം ഒരു വലിയ പേരാണ്, ഒരു പുതിയ പേരാണ് പത്രോസിന്റെ മേൽ ദൈവം കൈമാറിയത്. ആമേൻ. എന്താണ് പുതിയ പേര്? അവിടെ വായിക്കുന്നു, ആമേൻ, പത്രോസിനെ നോക്കിക്കൊണ്ട് നസ്രയൻ പറയാണ്, നിനക്ക് ഇനി ശിമോൻ എന്നുള്ള പേരല്ല, നിനക്ക് കേഫ എന്ന പേരാകും. അത് പത്രോസ് എന്നാകുന്നു. ഞാങ്ങൾക്ക് തുല്യനായി അവിടെയുമല്ല ഇവിടെയുമല്ലാത്ത വിധത്തിൽ എവിടെയോ തകർന്നു പോകുന്ന അനുഭവത്തിനകത്ത് ഏതൊക്കെയോ മേഖലകളിൽ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ആമേൻ നിലനിൽക്കുവാൻ കഴിയാത്തവരെ പോലെ അൺസ്റ്റേബിളായി മാറിയ സ്ഥിരതയ്ക്കകത്ത് അസ്ഥിരതയ്ക്കകത്ത് ഒതുക്കപ്പെട്ട പത്രോസ് എന്ന് പറയുന്ന ആമേൻ ആമേൻ ആ സാധാരണ മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവെന്ന് പറയാം. ആമേൻ. ദൈവത്തിന്റെ കൃപയുടെ ആഴങ്ങൾ വെളിപ്പെട്ടപ്പോൾ, ദൈവകൃപയുടെ ആഴങ്ങൾ അവിടെ സംഭവിക്കപ്പെട്ടപ്പോൾ ആമേൻ പത്രോസിന്റെ പേര് മാറാൻ തുടങ്ങി. ഇന്ന് രാത്രി എനിക്കറിയില്ല ദൂത് പറയുന്നത് എന്താണ്. കർത്താവിനോട് പറയുന്നു, ലോകം നിനക്ക് തന്ന നിന്ദയുടെ പേര്, നിന്റെ കുടുംബം നിനക്ക് തന്ന നിന്ദയുടെ പേര്, നിന്റെ സഹപാഠികൾ, നിന്റെ സഹപ്രവർത്തകർ, നീ ആയിരിക്കുന്ന മേഖലയ്ക്കകത്തുള്ളവർ നിനക്ക് തന്ന നിന്ദയുടെ പേരിനെ ദൈവം മാറ്റി ഒരു പുതിയ പേര് ദൈവം തരാൻ പോവാ. ഓ, എത്ര പേര് വിശ്വസിക്കുന്നു എനിക്കറിയില്ല. ദൈവം ഇടപെടുകയാണ്. ചിലരുടെ പേര് ദൈവം മാറ്റി, നിന്ദയുടെ പേര് ദൈവം മാറ്റി. ഒത്തിരി പഴികേട്ടവനായിരിക്കാം, മുമ്പോട്ട് പോകുവാൻ കഴിയാത്ത പ്രതിസന്ധികൾക്കകത്ത് തകർന്നു നിരാശപ്പെട്ടവനായിരിക്കാം. നീ രക്ഷപ്പെടുകയില്ലെന്ന് നിന്നെ കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ടാകാം. എന്നാൽ ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുകയാണ്. ആ പരാജയത്തിന്റെ പേര് മാറ്റുന്ന വിധത്തിൽ ദൈവം നിന്നെ തൊടാൻ പോവുകയാണ്. ആ കുടുംബത്തിനകത്ത് നിന്റെ പരാജയത്തിന്റെ വേര് പൊട്ടിക്കുന്ന വിധത്തിൽ. ഓ, താങ്ക് യു കർത്താവിനോട് അങ്ങനെ പറയുന്നു. ദൈവിക ആത്മീക പരമാത്മിക വെളിപ്പാടുകൾ പത്രോസിന്റെ മേൽ ദൈവം കൈമാറ്റം ചെയ്തപ്പോൾ നോക്കുക, അന്ത്രോസ് പറയുന്നു, ഞങ്ങൾ ഒരുവനെ കണ്ടെത്തി, ഞങ്ങൾ മിശിഹായെ കണ്ടെത്തി, ഞങ്ങൾ ക്രിസ്തുവിനെ കണ്ടെത്തി. ഇതുവരെ പകർന്നു കൊടുക്കാത്ത, മറ്റാരുടെ മേൽ റിലീസ് ചെയ്തു കൊടുക്കാത്ത ആത്മീക രഹസ്യത്തെ പത്രോസിന്റെ മേൽ കൈമാറ്റം ചെയ്തപ്പോൾ സംഭവിക്കപ്പെട്ടത് നസ്രയൻ അവന്റെ പേര് മാറ്റുകയാണ്. ഈ രാത്രി ഞാൻ ആത്മാവിൻ ചിലരോട് പറയുന്നു, ആമേൻ, പാരമ്പര്യം നിനക്ക് തന്ന പരാജയത്തിന്റെ പേര് ദൈവം മാറ്റാൻ പോവുകയാണ്. ആമേൻ, വീട്ടുകാർ നിനക്ക് തന്ന പാരമ്പര്യത്തിന്റെ പരാജയ പേരുകൾ ദൈവം മാറ്റാൻ പോവുകയാണ്. ആമേൻ, നീ എവിടെ ചെന്നാലും നീ രക്ഷപ്പെടുകയില്ലെന്നും, എവിടെ ചെന്നാലും നീ തകർന്നു പോകുന്നു, നീ ഗതി പിടിക്കുകയില്ലെന്നും, നീ നിലനിൽക്കുകയില്ലെന്നും, ആമേൻ, നിന്റെ ജീവിതത്തെ നോക്കി കുറ്റം പറഞ്ഞ, നിന്റെ ജീവിതത്തെ നോക്കി പഴിച്ച, നിന്റെ ജീവിതത്തെ നോക്കി നിന്ദകൾ പറഞ്ഞ, ആമേൻ, അങ്ങനെയുള്ള അനുഭവത്തിനകത്ത് നിന്നും ആമേൻ ഇന്ന് രാത്രി ദൈവം അവിടെ വിടുന്നു. ആ പേരിനെ ദൈവം മാറ്റി, ആ പഴയ പേരിനെ ദൈവം മാറ്റി. ദൈവം നിനക്കൊരു പുതിയ പേര് തരാൻ പോവുകയാണ്. എത്ര പേര് ഇന്ന് രാത്രി ദൂതനാമേൻ പറയും? യെസ്, നീ രോഗിയാണെന്നുള്ള പേര്, നീ തകർന്നവളാണെന്നുള്ള പേര്, നീ തകർന്നവനാണെന്നുള്ള പേര്, നീ നിന്നയേറ്റവനാണെന്നുള്ള പേര് ഇന്ന് രാത്രി ദൈവാത്മാവ് ഇടപെടുന്നു. ദൈവത്തിന്റെ മഹത്വകരമായ പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ വേർതിരിച്ചതാണെങ്കിൽ യേശുവിന്റെ നാമത്തെ വിളിച്ചു പറയുകയാണ്, നിന്റെ പേര് ദൈവം മാറ്റാൻ പോവുകയാണ്. അഭിഷക്തന്മാർ ഇതിനകത്തുണ്ടെങ്കിൽ ഈ വാക്കിനെ ആത്മാവ് സ്വീകരിച്ചു. ദൈവിക ശുശ്രൂഷയിൽ നിൽക്കുന്നവർ ആത്മാവിന് ഈ വാക്കിനെ സ്വീകരിച്ചു. ആമേൻ. ഇന്നലെ വരെ ഓടിയതുപോലല്ല, ഇന്നലെ വരെ നടന്നതുപോലല്ല. പരാജയത്തിന്റെ അനുഭവങ്ങളിൽ എന്ത് ചെയ്താലും സക്സസ് ആകാതെ എല്ലായിടത്തും ഒതുങ്ങിപ്പോയ കാലഘട്ടത്തിന്റെ അകത്തലങ്ങളിൽ എല്ലായിടത്തും തകർന്നുപോയ ആമേൻ, നിങ്ങളുടെ പരാജയത്തിന്റെ പേര് ഇന്ന് രാത്രി ദൈവം തകർത്ത് കളഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മഹത്വകരമാകുന്ന ഇടപെടലുകൾക്കകത്തേക്ക് ദൈവാത്മാവ് ഇന്ന് രാത്രിയിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുന്ന ദിവസമാണെന്ന് ദൈവാത്മാവിന് ഇടപെടുകയാണ്. ഒരു മിനിറ്റ് നിങ്ങളുടെ കണ്ണുകൾ അടച്ചോട്ടെ.
ദൈവം അനുവദിക്കാൻ നിങ്ങൾ എപ്പോഴെങ്കിലും ഞാൻ മറ്റൊരു സമയത്ത് കുറച്ച് ടൈം അധികമായി നിങ്ങളോട് ഞാൻ സംസാരിക്കാം. ഈ രാത്രി കർത്താവിനോട് പറയുന്നത്, ഞാൻ ഈ പോയിന്റ് കൊണ്ട് ഞാൻ ഈ വചനം നിർത്തുകയാണ്. കർത്താവിനോട് പറയുകയാണ്, ആമേൻ. പാരമ്പര്യങ്ങൾ നൽകി തന്ന പേര്, നിന്റെ സമൂഹം നിനക്ക് നൽകി തന്ന പേര്, ആമേൻ. നിന്റെ കൂട്ടുകാർ നിനക്ക് നൽകി തന്ന പേര്, നിന്നോടുകൂടെ ഒരുമിച്ചിരുന്ന് ആരാധിച്ചവർ നിന്നെ നോക്കി വിളിച്ചു പറഞ്ഞ പേര്, നിന്നെ ജനിപ്പിച്ചവർ നിന്നെ നോക്കി പറഞ്ഞ പേര്, ആമേ. രക്ഷപ്പെടുകയില്ലെന്ന് വാദിച്ച, ആമേ, നീ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞ, ജീവിതത്തിനകത്തവങ്ങളിൽ ആമേ നീ മുൻപോട്ട് പോകത്തില്ലെന്ന് പറഞ്ഞ, ആമേ നീ ഗതി ഉണ്ടാകത്തില്ലെന്ന് പറഞ്ഞ, ആമേ നീ ഒരു ദേശത്തിന് നീ ആമേ രക്ഷപ്പെടാൻ അനുവദിക്കത്തില്ലെന്ന് നിന്നെ നോക്കി പറഞ്ഞ ആ ശാപതുല്യമാകുന്ന പരാജയത്തിന്റെ പേര് ഇന്ന് രാത്രി ദൈവാത്മാവ് ചിലരുടെ മേൽ നിന്ന് എടുത്തു മാറ്റുകയാണ്. ഇനി നിന്നെ ശിമോൻ നല്ല ദൈവം വിളിക്കുന്നത് യേശു കർത്താവ് നിനക്കൊരു പേര് തരാൻ പോവാ. ഓ നീ പത്രോസാകുന്നു, ഈ പാറമേൽ ഞാൻ എന്റെ സഭയെ പണിയുമെന്ന് തമ്പുരാൻ അവന്റെ പദ്ധതിയുടെ ആഴങ്ങളിൽ തന്റെ ഹൃദയത്തിന് സ്വപ്നമാക്കി ദൈവം വെച്ചിരിക്കുന്ന വാഗ്ദത്തത്തിന്റെ രഹസ്യം പത്രോസിനെ തുറക്കുവാൻ ഇന്ന് രാത്രി ദൈവം പറയുന്നു, നിനക്ക് ദേശം നൽകി തന്ന പേരിനെ ദൈവം മാറ്റി ഈ രാത്രി ദൈവം എഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. ഓ, ചിലരുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ ദൈവാത്മാവിന്റെ രാത്രി മാറ്റുന്നു. രക്തം പതനം ചെയ്യാം. മാധ്യമങ്ങളെ ഈ വചനത്തെ സ്വീകരിച്ചാണ് ദൈവം നിങ്ങളുടെ ചരിത്രങ്ങൾ മാറ്റാൻ, നിങ്ങളുടെ കുടുംബത്തിന്റെ ചരിത്രങ്ങൾ മാറ്റാൻ പോവുകയാണ്. നിങ്ങളുടെ തലമുറകളുടെ ചരിത്രങ്ങൾ മാറ്റാൻ പോവുകയാണ്. എവിടേക്കും നിന്റെ അനുഭവങ്ങൾക്കകത്ത് നിന്നും നിങ്ങളുടെ തലമുറകൾക്കകത്ത് ചില വ്യക്തികളുടെ ജീവിതത്തെ ദൈവം തൊടാൻ പോവുകയാണ്. ഈ ഗൂഗിൾ മീറ്റിങ്ങിനകത്തിരിക്കുന്ന പല സഹോദരങ്ങളുണ്ട്. ഷാജി സി, ലിജു, ഷേബ, ബിജു, മഞ്ജു, യേശുവിൻ നാമത്തിൽ എല്ലാവരുടെ മേലും ദൈവ സാന്നിധ്യം ഇറങ്ങാൻ പോവുകയാണ്. ദൈവ സാന്നിധ്യത്തിന്റെ ഒരു പകർച്ചയ്ക്ക് രാത്രി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവാത്മ പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് എവിടേക്കോ കൈപ്പിന്റെ അനുഭവങ്ങൾക്കകത്ത് അവൻ തകർന്നു എന്ന് പോലും നീ കരുതിയ പരാജയത്തിന്റെ അനുഭവങ്ങൾക്കകത്ത് എഴുതിയിട്ടോ 2025 8-ാം മാസം കഴിയുന്നതിന് മുമ്പേ നിന്റെ പേര് മാനിക്കുന്ന വിധത്തിൽ ദൈവത്താൽ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ദൈവത്താൽ ഒരു വാതിൽ തുറക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു, അൺഎക്സ്പെക്ടഡ് ആകുന്ന അറൈവൽസുകൾ, വാഗ്ദത്തത്തിന്റെ അറൈവൽസുകൾ ദൈവം നിന്റെ മേൽ ചെയ്യുന്ന മാസമായി മാറാൻ പോവുകയാണ്. നീ കാറ്റ് കാണുകയില്ല, നീ മഴ കാണുകയില്ല, നീ താഴ്വാരത്തിൽ വെട്ടിയ കുഴികൾ അത് താഴ്വാരം വെള്ളം കൊണ്ട് നിറയുന്ന വിധത്തിൽ ദൈവത്തിന്റെ മൃഗസമ്പത്തും അവൻ ഇതിനോട് കൂടെയുള്ളവരെ ദാഹം മാറ്റുന്ന വിധത്തിൽ ദൈവത്തിന്റെ ദേശത്തെ മാനിക്കാൻ പോവുകയാണ്. ദൈവാത്മാവിടപെടുകയാണ്. നിന്ന കേട്ട അനുഭവത്തിനകത്തുന്നു, തകർച്ചയുടെ അനുഭവത്തിനകത്തുന്നു ദൈവത്തിന്റെ പേര് മാറ്റി ദൈവത്തിനെ ആദരിക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രി ദൈവാത്മാവിനോട് പറയുന്നു, നിങ്ങളുടെ മേൽ ദൈവം പകർന്ന അഭിഷേകം ചെറുതല്ല. ദൈവത്തിനെ ഒരു മോശയെ പോലെ വിളിച്ചിരിക്കുക. അവൻ ഒരിക്കലും പുറത്തു വരുവാൻ കഴിയാത്ത അവൻ ഏതൊക്കെ അടിമത്തത്തിന്റെ മുഖത്തിനകത്തു നിന്നും ദൈവത്തിന്റെ വാഗ്ദത്തം വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തവൻ എന്നുള്ള പേരിനാൽ മോശയെ ദൈവം പുറത്തു കൊണ്ടുവന്നതുപോലെ ഏതൊക്കെ പാരമ്പര്യത്തിന്റെ ചട്ടക്കൂടിനകത്ത് തകർന്നു പോകത്തക്ക വിധത്തിൽ അന്ധകാരത്തിന്റെ ശക്തി കേന്ദ്രങ്ങൾ ആമേൻ ചിറതുള്ളി ആടിയ മേഖലകൾക്കകത്ത് ദൈവശബ്ദത്തിന് അനുസൃതമായി ദൈവം നിന്നെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ദൈവാത്മാവിടപെടുന്ന നീ ഒറ്റയ്ക്കല്ല, ദൈവത്തിന്റെ കൂടെയുണ്ട് കേട്ടോ. ഒറ്റപ്പെടുത്തുവാനും കുറ്റപ്പെടുത്തുവാനും ഒത്തിരി എണ്ണം നിങ്ങളുടെ കൂടെയുണ്ട്. കുറ്റപ്പെടുത്തുന്ന ഒരുപാട് പേര് കൂടെ ഉണ്ട്. ആമേൻ നിന്ദിക്കുന്ന ഒരുപാട് വിരോധമായിട്ടുണ്ട്. ദൈവാത്മാവിടപെടുന്നു ഈ ദിവസങ്ങളിൽ ആമേൻ നെല്ലിനെയും പതിരിനെയും തമ്മിൽ വേർതിരിക്കുന്ന പോലെ ദൈവം ചില സെപ്പറേഷനുകൾ ദൈവം ഒരുക്കാൻ പോവുകയാണ്. പതിരിനെ എന്നേക്കുമായി തീക്കകത്തേക്ക് കത്തിച്ചു കളയുന്ന വെല്ലുവിളിച്ചു നിൽക്കുന്ന, നിന്നെ തകർക്കുവാൻ വെല്ലുവിളിച്ചു നിൽക്കുന്ന ചിലതിനോട് ദൈവത്തിന്റെ ശബ്ദവിന്റെ രാത്രി ഇടപെടാൻ പോവുകയാണ്. അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനാണ്. എന്നാൽ അബ്രഹാമിന് വിരോധമായി ഒരു രാജാവ് തന്റെ കുടുംബത്തിന് വിരോധമായി എഴുന്നേറ്റപ്പോൾ അവന്റെ കൊട്ടാരത്തിനകത്ത് ഇറങ്ങിച്ചെന്നിട്ട് ദൈവം പറഞ്ഞ പോലെ അവൻ എന്റെ പ്രവാചകനാണ്, നീ അവനവൻ കൈവയ്ക്കുന്നത്. ദൈവാത്മാവിന്റെ പറയുന്ന സിസ്റ്ററെ, ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി ചിലരോട് സംസാരിക്കാൻ പോവുകയാണ്. ദൈവാത്മാവ് ചിലരോട് ഇങ്ങനെ തന്നെ ഇടപെടാൻ പോവുകയാണ്.
അവൾ എന്റെ ദാസിയാണ്, അവൾ എന്റെ പ്രവാചികയാണ്. തൊട്ടുപോലേക്കെന്ന് കൽപ്പിക്കുന്ന വിധത്തിൽ ഇന്ന് രാത്രി ദൈവം ചില മേഖലകളിൽ ചിലതിനോട് ഇടപെടാൻ പോവുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഗൂഗിൾ പേ ചെയ്യുന്നുണ്ട് കർത്താവെ, കണച്ചിലയക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും യേശുവിന്റെ നാമത്തിൽ ഞാൻ ബ്ലസ് ചെയ്യും. ദൈവത്തിന്റെ മഹത്വത്തിന്റെ മേഖല ഒരു പുതിയ സീസൺ ഞാൻ തുറന്നു പ്രാർത്ഥിക്കുക. ഒരു വലിയ ചലനം ഉണ്ടാകും. ഔദ്യോഗിക മേഖലയ്ക്കകത്ത് വലിയ വഴികൾ തുറക്കണം. സിസ്റ്റർ മഞ്ജുവിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ വാതിൽ തുറന്നു വരട്ടെ. എന്റെ ലൈഫിനകത്ത് പുതിയ ചരിത്രങ്ങൾ തുറക്കുവാൻ പ്രാർത്ഥിക്കുന്നു. വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ കുടുംബത്തിനകത്ത് മഹത്വത്തിന്റെ ഡോറുകൾ തുറക്കട്ടെ. ഷാജിസി പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദീപാത്മ തുറക്കണം. ലിജുവിന് വേണ്ടി തുറക്കണം. ബിജുവിന് വേണ്ടി തുറക്കണം. ശേവയ്ക്ക് വേണ്ടി തുറക്കണം. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ മഹത്വകരമായ ചരിത്രം യേശുവിന്റെ നാമത്തിൽ വെളിപ്പെടുവാൻ ദൈവത്തിന്റെ സമയത്തിലേക്ക് വേഗത്തിൽ അങ്ങ് പ്രവേശിപ്പിക്കും. ഞാൻ അങ്ങയുടെ നാമം ചൊല്ലി എന്റെ മക്കളെ അനുഗ്രഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ.